വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. നമ്മുടെ സാനിറ്ററി കെമിസ്ട്രിൻ്റെ സിലബസ് വന്നവരെല്ലാവരും അറിഞ്ഞല്ലോ. എക്സാം നടക്കുന്നത് ജൂൺ 13-നാണ്. അപ്പോൾ വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കോട്ടെ. ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെഴുതാവുന്ന ഒരു സിലബസാണ് കിട്ടിയിരിക്കുന്നത്. ആകെ 10 മൊഡ്യൂളേ ഉള്ളൂ. 10 മൊഡ്യൂളിൽ നിന്നുമായി 10 മാർക്കിന്, അങ്ങനെ ടോട്ടൽ 100 മാർക്ക്. കുറച്ച് പ്രോബ്ലംസും നമ്മളോട് ചോദിക്കും. നമുക്കറിയാം, +2 മുതൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. സോപ്പ്, ഡിറ്റർജൻറ്റ്സ്, ഫുഡ് ഇൻഡസ്ട്രി, അഡിറ്റീവ്സ്, പ്രിസർവേറ്റീവ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ, അഡൾട്ടറൻസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാവും. ബാക്കിയും മുമ്പ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും അത് മറന്നു പോയതായിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. പിന്നെ അതിൽ അഡീഷണലായിട്ട് വരുന്നത് പോളിമേഴ്സാണ്. നാച്ചുറൽ പോളിമേഴ്സ്, സിന്തറ്റിക് പോളിമേഴ്സ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിക്സ്, തെർമോ സെറ്റിങ്സ്, അതുപോലെ തെർമോ പ്ലാസ്റ്റിക്സ്, അങ്ങനെ 2 ടൈപ്പ് അതിൻ്റെ പ്രോബ്ലംസ്. ബയോഡിഗ്രേഡബിളൊക്കെ അതിൽ നോക്കിക്കോളൂ കേട്ടോ, ചോദിക്കാവുന്നതാണ്. പിന്നെ അടുത്തതായി വരുന്നത് നമ്മുടെ ചാപ്റ്റർ കെമിസ്ട്രി ഓഫ് വാട്ടറാണ്. വാട്ടർ ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഹൈഡ്രജൻ ബോണ്ടിങ്, കോൺസിക്വൻസ്, പോളാർ ആണോ നോൺ പോളാർ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പൊളാരിറ്റി. പിന്നെ ഹാർഡ്നെസ് ഓഫ് വാട്ടറൊക്കെ അറിയാലോ. ടൈപ്സ് ഓഫ് വാട്ടറിൽ സോഫ്റ്റ് വാട്ടറും ഹാർഡ് വാട്ടറും, അത്തരം കാര്യങ്ങൾ. വാട്ടർ പൊല്യൂഷൻ വളരെ ഈസി ആയിട്ടുള്ളതാണ്. JSAക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ വാട്ടർ അനാലിസിസ്, വാട്ടറിൻ്റെ pH എങ്ങനെയാണ്, ടെമ്പറേച്ചർ, അങ്ങനെയുള്ള ടർബിഡിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. DO അതൊക്കെ ചോദിക്കും കേട്ടോ. ഡിസോൾവ്ഡ് ഓക്സിജൻ, BOD ഒക്കെ പഠിച്ചത് ഓർമ്മയില്ലേ? അപ്പോൾ ആ രീതിയിൽ പഠിക്കുക. പിന്നെ വന്നിട്ട് വാട്ടർ ക്വാളിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അതൊക്കെ പഠിക്കണം. പിന്നെ നമുക്ക് വരാനുള്ളത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റ് ഓഫ് കെമിസ്ട്രി. അതിൽ ലാബ് സേഫ്റ്റീനെ കുറിച്ചാണ് പറയുന്നത്, അത് പഠിക്കുക. പിന്നെ നമ്മുടെ ബേസിക് കോൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള നോർമാലിറ്റി, മോളാരിറ്റി, അങ്ങനെ പെർസെൻറ്റേജ് ഓഫ് സൊല്യൂഷൻ, ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് പ്രോബ്ലംസ് ആയിരിക്കും കേട്ടോ വരിക. അപ്പോൾ അത് നോക്കിക്കോളൂ. പ്രോബ്ലംസ് ചോദിക്കുന്ന ഒരു പാർട്ടാണിത്. പിന്നെ ഇനോർഗാനിക് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, അതിൽ കാറ്റോൺസ്, ആനോൺസ്, സോലിബിലിറ്റി പ്രോഡക്റ്റ്, കോമൺ അയോൺ ഇഫക്റ്റ്, അത്തരം കാര്യങ്ങളൊക്കെ വരും. പിന്നെ നമ്മുടെ അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് നെക്സ്റ്റ് പേജാണ് അല്ലേ. അതിൽ ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, തിയറി ഓഫ് ടൈട്രേഷൻ, ആസിഡ് ബേസ് ടൈട്രേഷൻ, റിഡോക്സ്, പ്രസിപ്പിറ്റേഷൻ, കണ്ടക്ടോമെട്രി, പൊട്ടൻഷ്യോമെട്രി, അതൊക്കെ ചോദിക്കാം. തിയറി ഓഫ് ഇൻഡിക്കേറ്റേഴ്സ്, അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മിഥൈൽ, ഓറഞ്ച്, ഫിനോഫ്തലീൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ സാധാരണ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രിയിൽ ഫസ്റ്റ് വൺ ആസിഡ്സ് ആൻഡ് ബേസസിൻ്റെ ചാപ്റ്ററാണ്. പിന്നെ സൊല്യൂഷൻ്റെ ഒരു ചാപ്റ്റർ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, മുമ്പേ പഠിച്ചിട്ടുള്ളതാണ്. ആണിക് ഇക്വിലിബ്രിയ, കെമിക്കൽ തെർമോഡൈനാമിക്സ്, കെമിക്കൽ കൈനറ്റിക്സ്, ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ ബയോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷൻ ഓഫ് ലൈഫ്, അതിൽ വാട്ടറിൻ്റെ പ്രോപ്പർട്ടീസ്, അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളും. പിന്നെ നമ്മുടെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ്, അങ്ങനത്തെ സംഭവം. കൊളോയിഡ്സ് ആൻഡ് സർഫസ് കെമിസ്ട്രീനെ കുറിച്ച് അറിയാലോ. അപ്പോൾ അതിലത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബയോ ഫിസിക്കൽ കെമിസ്ട്രിയിൽ ലോ ഓഫ് തെർമോഡൈനാമിക്സും മറ്റുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ സെൽ ബയോളജി, ബോട്ടണിക്ക് അകത്ത് വരുന്ന ഒരു ചാപ്റ്ററാണ്. സെൽ സ്ട്രക്ചർ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ബയോ കെമിക്കൽ ടെക്നിക്സ് ആണ്. ഫോട്ടോമെട്രി, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം, അങ്ങനെ ബിയർഡ് ലാംബർട്സ് ലോ, പ്രിൻസിപ്പിൾ, വർക്കിംഗ്, കലോറിമീറ്റർ, അങ്ങനെയുള്ളതൊക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത ചാപ്റ്റർ ക്രോമറ്റോഗ്രഫിയാണ്. ക്രോമറ്റോഗ്രഫിയിൽ പാർട്ടീഷൻ ക്രോമറ്റോഗ്രഫി, അഡ്സോർപ്ഷൻ, ഡിഫറെൻറ്റ് ടൈപ്സും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ RF വാല്യൂ, ഇലക്ട്രോഫോറസിസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സ്റ്റെയിനിങ്, സെൻട്രിഫ്യൂഗേഷൻ, ഇതൊക്കെ നമ്മൾ ഇലക്ട്രോഫോറസിസ്, സെൻട്രിഫ്യൂഗേഷനൊക്കെ JSAയുടെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് റേഡിയോ ആക്ടിവിറ്റി ഒക്കെ അതിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ എൻസൈമോളജി, എൻസൈംസിനെ കുറിച്ച്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ടൈപ്പ്, കൈനറ്റിക്സ്, ഇൻഹിബിഷൻ, റെഗുലേഷൻ, എൻസൈം ടെക്നോളജി, ഇതൊക്കെ എൻസൈമോളജിയുടെ ഉള്ളിലുള്ളതാണ്. പിന്നെ വരുന്നത് ഫണ്ടമെൻ്റൽസ് ഓഫ് മൈക്രോബയോളജി, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മൈക്രോസ്കോപ്പി, സ്റ്റെറിലൈസേഷൻ, കൾച്ചർ മീഡിയ, കൾച്ചർ മെത്തേഡ്, സ്റ്റെയിനിങ് മെത്തേഡ്, ഇതൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ മൈക്രോബിയൽ ടെസ്റ്റിംഗ് ഓഫ് വാട്ടർ സാമ്പിളിംഗ് ആണ് ഫസ്റ്റ് ചാപ്റ്ററായിട്ട് കിടക്കുന്നത്.
പിന്നെ വരുന്നത് ബാക്ടീരിയൽ എക്സാമിനേഷൻ ഓഫ് വാട്ടർ, അതായത് വാട്ടർ അനാലിസിസിൻ്റെ ഭാഗമായിട്ടുള്ള ചാപ്റ്റർ ഇത്. ഇൻഡിക്കേറ്റർ ഓർഗാനിസം, സീവേജ് ട്രീറ്റ്മെൻറ്റ്, ദെൻ ഓൺ സൈറ്റ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഒക്കെ. പിന്നെ ലാസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റൽ മൈക്രോബയോളജിയാണ്. സോളിഡ് വേസ്റ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ബയോ റെമഡിയേഷൻ, ഇതൊക്കെ ബയോ റെമഡിയേഷനും സോളിഡ് വേസ്റ്റൊക്കെ JSAക്ക് ഉണ്ടായിരുന്നതാണ്. പിന്നെ വരുന്നത് എക്സ്ട്രാ ബയോ ഫെർട്ടിലൈസർ വരുന്നുണ്ട്, നൈട്രജൻ ഫിക്സേഷൻ, ബയോജിയോ കെമിക്കൽ സൈക്കിൾ, അതൊക്കെ വാട്ടർ മൈക്രോബയോളജിയുടെ ഒക്കെ ഭാഗമായിട്ട് എൻവയോൺമെൻറ്റലിൻ്റെ ഭാഗത്ത് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. വാട്ടർ മൈക്രോബയോളജി അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പോൾ അതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടാതെ എവിടെ നിന്ന് വേണമെങ്കിലും PSCക്ക് ചോദിക്കാനുള്ള അധികാരമുണ്ട് എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നന്നായി പഠിച്ചു വയ്ക്കുക. നല്ല ഭംഗിയായി തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. ഓൺലൈൻ ക്ലാസ്സിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ നമ്മൾ ഏപ്രിൽ 3-നാണ് കേട്ടോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏപ്രിൽ 3-നാണ്. വാട്സപ്പ് നമ്പർ അറിയാലോ, 9633128656. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ ടെക്സ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ നെറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ പറ്റാവുന്ന രീതിയിൽ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ, കെമിസ്ട്രിയുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിലും അപ്ലോഡ് ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുത്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.